ഇന്ന് നമുക്ക് വറുത്തരച്ച ഒരു സാമ്പാറായാലോ. മുമ്പൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് വറുത്തരച്ച സാമ്പാർ അയ്യേന്ന്. ഒരു തവണ ഞാൻ തേങ്ങ വറുത്തരച്ച സാമ്പാർ ഞാൻ കഴിച്ചു നോക്കി. അതിനുശേഷം സാദാ സാമ്പാർ കഴിക്കാനേ തോന്നില്ല. എപ്പോൾ വെച്ചാലും തേങ്ങ വറുത്തരച്ച് തന്നെ വയ്ക്കും. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് മക്കളെ. ഒരു തവണ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പോ മഞ്ഞൾപ്പൊടിയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൊടിയുടെ കൂടെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ചിട്ടേ ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ. സാമ്പാറിൻ്റെ കഷ്ണം അവിടെ ഇരുന്ന് വേവട്ടെ. ആ വേവുന്ന സമയത്ത് നമുക്ക് തേങ്ങ വറുത്തരയ്ക്കാം. നമ്മൾ സ്റ്റൗ കത്തിച്ച് പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായ പാത്രത്തിലോട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരുപാട് തേങ്ങ വേണ്ട, ആവശ്യത്തിന്. കൂടുകയും ചെയ്യരുത്, കുറയുകയും ചെയ്യരുത്. ആ ഒരു പരുവത്തിന് നമ്മുടെ സാമ്പാറിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം തേങ്ങ ചേർത്ത് വെക്കാൻ. നമ്മൾ തേങ്ങ വറക്കുന്നതിലോട്ട് ഇടാനായിട്ട് നമ്മൾ ഉള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കുരുമുളക്, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ വറുത്ത് വരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലല്ലേ. ആഹാ, നല്ല മണം മൂക്കിലോട്ടടിച്ച് കയറുന്നുണ്ട്. പച്ചമുളകൊക്കെ വളഞ്ഞ് നിൽക്കുന്നുണ്ട്. എത്ര പച്ചമുളക് കടയിൽ നിന്ന് മേടിച്ചാലും നമ്മുടെ പച്ചമുളകിൽ നിന്ന് തയ്യുന്ന 2 പച്ചമുളക് കുടിച്ചുന്നൊരു സന്തോഷം എന്തായാലും കിട്ടില്ല കേട്ടോ. തേങ്ങ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട്. ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് സാമ്പാർ പൊടിയും കൂടി. നമുക്ക് ഈ പൊടി കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാമേ. എന്നിട്ട് ചെറിയ തീയിലിട്ട് തന്നെ ഒരു മിനിറ്റ് വേണ്ട, നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മൂക്കാൻ വേണ്ടിയാണ്. ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് അരച്ചിടുമ്പം അതിനൊരു പ്രത്യേക സ്വാദാണ്. നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം, കാരണം മിക്സിയിലടിക്കണ്ടേ. ഞാൻ സാമ്പാർ വേവിക്കുമ്പോൾ വെണ്ടയ്ക്ക കൂടിട്ട് വേവിക്കാറില്ല. അതൊന്ന് പിന്നീടൊന്ന് നമുക്ക് എണ്ണയിൽ മൂപ്പിച്ചിടാം. അതിനായിട്ട് ഞാനൊരു ഇരുമ്പിൻ്റെ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം, കുറച്ച് മതി. വെണ്ടയ്ക്ക ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. വെണ്ടയ്ക്ക മൂപ്പിക്കുമ്പോൾ സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. അത് വെണ്ടയ്ക്കൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. സാമ്പാറിൽ ചേർത്ത അരപ്പ് തണുക്കാനായിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വന്ന് തണുത്തുമെന്ന് നോക്കിയപ്പോൾ തണുത്തിട്ടില്ല. കാരണം ഫാനിന് പകരം ലൈറ്റാണ് ഇട്ടിട്ട് പോയത്. പിന്നെ എങ്ങനെയാണ് തണുക്കുന്നതല്ലേ, നമുക്ക് 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം ഫാൻ ഇട്ടിട്ട്. നമുക്ക് തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് അതൊന്ന് അരച്ചെടുക്കാമേ. നമ്മൾ അരയ്ക്കാനായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പുളിയും കൂടെ ചേർത്ത് കൊടുത്താലോ. അപ്പം നമ്മൾ പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സിയിൽ അരയ്ക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിരുന്നില്ല. നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഒരു പാത്രത്തിൽ കുഞ്ഞമത്തി നല്ല റെഡി ആയിട്ടുണ്ട്. ചില സ്ഥലത്ത് ഇതിന് ചെറിയ ചാളയെന്ന് പറയും, ചില സ്ഥലത്ത് മത്തി എന്ന് പറയും. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി ഇതെന്താണെന്ന്. എന്തായാലും അത് നല്ലതായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു ഭാഗത്ത് അങ്ങനെയും മുരിഞ്ഞ് ഇരിപ്പുണ്ട്. ഇനി അടുത്ത് നമുക്ക് സാമ്പാറിൻ്റെ മുരിഞ്ഞ് വരുന്ന വെണ്ടയ്ക്കയിലോട്ട് കയറാം. അതിൽ വെണ്ടയ്ക്ക നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക സാമ്പാറിൻ്റെ വെന്തിരിക്കുന്ന കഷ്ണങ്ങളിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് തക്കാളി കൂടെ ചേർക്കാം. തക്കാളി ഞാൻ ആദ്യമേ ഇടത്തില്ല, വെന്തം കുടഞ്ഞു പോകും. പരിപ്പില്ലാത്ത സാമ്പാറാണിത്. നമുക്ക് ലാസ്റ്റ് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്താണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ വറുത്തരച്ചത് മിക്സ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കത് ചേർത്ത് കൊടുക്കാമേ. നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിനൂടെ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം.
സാമ്പാറല്ലേ, നമുക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർക്കാം. ഞാൻ പൊടിയാണ് ചേർക്കുന്നത്. കട്ടക്കായം വറുത്ത് പൊടിച്ച് ചേർത്താൽ കുറച്ചുകൂടി മണവും രുചിയും കൂടും. സാമ്പാർ നല്ല രീതിക്ക് തിളച്ച് വരുന്നുണ്ട്. നമുക്കിതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് കടുക് വറക്കാം. വെണ്ടയ്ക്ക മൂപ്പിച്ച പാത്രത്തിൽ തന്നെയാണ് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് വറക്കാനുള്ള റെഡിയാക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇവിടെ ആർക്കും പരിപ്പിടുന്ന സാമ്പാർ ഇഷ്ടമല്ല, അതുകൊണ്ട് സാമ്പാർ കുറുകിയിരിക്കണമല്ലോ. അപ്പം ഞാൻ ചെയ്യുന്ന റെമഡി എന്ന് വെച്ചാൽ, നമ്മൾ വെന്ത് കഴിയുമ്പോൾ സാമ്പാറെല്ലാം ഓൾമോസ്റ്റ് വെന്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് കുറച്ച് കഷ്ണം എടുത്ത് മാറ്റിയിട്ട് ഒന്ന് ഇടിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച് വീണ്ടും നമ്മൾ സാമ്പാറിലോട്ടങ്ങ് ചേർക്കും. അപ്പോൾ കുറച്ച് കഷ്ണങ്ങൾ ഞാൻ ഉടച്ച് വെച്ചിട്ടുണ്ട്, നമുക്കത് സാമ്പാറിലോട്ട് ചേർത്ത് കൊടുക്കാമേ. കണ്ടോ, അപ്പോൾ സാമ്പാർ കുറുകി വരും. പരിപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. പരിപ്പ് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, ഇവിടെ ആർക്കും പരിപ്പ് ഇഷ്ടമല്ല. കടുക് വറക്കാനുള്ള സാധനങ്ങൾ: സാമ്പാർ നന്നായിട്ട് വെന്തിരിക്കുകയാണ്, എന്നാലും ചെറിയ തീയിൽ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. നമുക്ക് കടുക് വറുത്ത് ഇട്ടതിന് ശേഷം ഓഫ് ചെയ്യാം. സാമ്പാറിന് ചേർക്കാനുള്ള കടുക് വറുത്തത് റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ എന്ത് രസമാണല്ലേ. മല്ലിയിലയോട് എനിക്കെന്തോ ഒരു പ്രത്യേക ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ടുള്ള വറുത്തരച്ച നമ്മുടെ സാമ്പാർ റെഡി. നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വറുത്തരച്ച സാമ്പാർ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സാധാ സാമ്പാർ കഴിക്കുകയില്ല. മസ്റ്റായിട്ട് ഇന്ന് തന്നെ നിങ്ങൾ ട്രൈ ചെയ്യൂ. ഓക്കെ.